നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ ഇന്ന് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളും കൂട്ടിരിപ്പുകാരും അനുഭവിക്കുന്ന ദുരവസ്ഥ അത് പലതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാത്രിയിൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കയില്ലാതെ പലരും തറയിൽ കിടക്കുന്ന സാഹചര്യം ഇപ്പോഴും നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൽ പല ഉദാഹരണങ്ങളും പലരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുമാണ്. ഇവിടെ പണം കൊടുത്ത് വാങ്ങുന്ന ഭക്ഷ്യസാധനങ്ങൾ വാങ്ങുന്ന സ്ഥലത്ത് ക്യാൻറ്റീനിൽ നിന്നും ഒരു ഫ്രഷ് ജ്യൂസ് വാങ്ങിച്ച ഒരു ഈ കൂട്ടിരിപ്പുകാരി, അതായത് തൻ്റെ പിതാവിന് അവിടെ അസുഖമായിരുന്നു, അതിനെ തുടർന്ന് കൂട്ടിരിക്കാൻ വന്നതാണ്. അങ്ങനെയാണ് ഒരു ഫ്രഷ് ജ്യൂസ് വാങ്ങിക്കുന്നത്. ആ ഫ്രഷ് ജ്യൂസ് കുടിക്കാനായി എടുത്തപ്പോൾ എന്തോ ഒരു പത പോലെയാണ് അവർക്ക് തോന്നിയത്. അതിലെന്തോ ഒരു സംശയം തോന്നിയവർ അത് വീഡിയോയിൽ ചിത്രീകരിക്കുകയും ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ അവർ ആ കട നടത്തുന്ന അയാൾ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കുക, ഇല്ലെങ്കിൽ ഇതിന്റെ പൈസ തിരിച്ചു തരാം എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം വ്യക്തമാണ്. അതായത് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, വേണമെങ്കിൽ കുടിച്ചിട്ട് പോകും, അല്ലെങ്കിൽ പൈസ തരാം എന്നാണ് പറയുന്നത്. മാത്രമല്ല അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഡോക്ടർമാർ പോലും കുടിച്ചിട്ട് പോകുന്നതാണ്. ഡോക്ടർമാർക്ക് ഇതേ സാധനം തന്നെയാണോ ഇല്ലയോ കൊടുക്കുന്നതെന്ന് ആർക്കറിയാം, എങ്ങനെ അറിയാം? അവർ കൈയിട്ട് ഇളക്കി കാണിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഇതെന്തോ സ്നഗ്ഗി, നമ്മുടെ കുട്ടികളുടെ സ്നഗ്ഗിക്കകത്ത് ഒരു ജെല്ല് പോലൊരു സാധനമില്ലേ, അതുപോലെയാണ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് കുടിക്കാൻ കഴിയുന്നത്? വളരെ ദയനീയ അവസ്ഥയാണ്. ഞാൻ എന്താണ്, ആരോടാണ് ഇത് കംപ്ലൈന്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി ഇതിനെ വീഡിയോ എടുക്കുകയും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവർ വീണ്ടും തന്നെ വേറൊരു ജ്യൂസ് കൂടി, അതായത് പേരയ്ക്ക ജ്യൂസ് കാണിക്കുന്നുണ്ട്. അതും സമാനമായ രീതിയിൽ എന്തോ വെള്ള കളർ പോലെയൊക്കെയാണ് അതിനുശേഷം നമുക്ക് കയ്യിൽ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രഷ് ജ്യൂസ് അല്ല. ഈ ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന ഇത്തരത്തിൽ എന്ത് തരം വിഷമാണ് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. എന്തായാലും ലൈക്കിനും ഷെയറിനും റീച്ചിനും വേണ്ടിയിട്ടല്ല എന്ന് നിലവിൽ വിശ്വസിക്കുന്നു. കാരണം അവർ ഇത് ദൃശ്യങ്ങൾ അടക്കമുള്ളവ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കേണ്ട, പൈസ അങ്ങോട്ടേക്ക് തരാമെന്ന് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ പൈസ തിരിച്ചു വാങ്ങിക്കാനാണ് നമ്മൾ പാടുപെടുന്നത്. ഇത് അങ്ങനെയല്ല, പൈസ തിരിച്ചു തരാൻ പ്രശ്നം ഉണ്ടാക്കരുതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ആ ചേച്ചി കാണിക്കുന്ന ദൃശ്യങ്ങളും അവരുടെ ശബ്ദ സന്ദേശവും നമുക്കൊന്ന് കേൾക്കാം. ഇത് ക്യാൻറ്റീൻ മെഡിക്കൽ കോളേജിൽ ഇത്രയും എനിക്ക് പറയണം. നോക്ക്, മെഡിക്കൽ കോളേജ് ക്യാൻറ്റീൻ്റെ അകത്ത് നിന്ന് വാങ്ങിച്ചത് ജ്യൂസ് അല്ല, മനുഷ്യനെ കൊണ്ട് എന്തോ ഒരു സാധനമാണ്. നോക്ക്, ഡോക്ടർമാർ കുടിച്ചതൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ കുടിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ കുടിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ഡോക്ടർമാർ കുടിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് എനിക്ക് തോന്നിയതാ. ഇത് എന്തായാലും പപ്പങ്ങ ജ്യൂസ് അല്ല ചേട്ടൻ ഇതിന് കൊണ്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ കൂട്ടിനിരിക്കുന്ന ആൾക്കാർ അവർ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയല്ലോ. ഇതാണ് ഇവിടെ അഴിമതി നടക്കുന്നത്. ഇവിടെ നോക്ക്, ഇത് ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞ് ഇവർ തന്ന ജ്യൂസാണിത്. 10 വയസ്സ് ആയ കൊച്ചിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. നോക്ക്, നിങ്ങൾ പറ, ഇങ്ങനെയൊന്നും ഇരിക്കേണ്ട കാര്യമല്ല, പൈസ ഇങ്ങനെ തന്നാൽ മതി. പൈസ എന്താ? പക്ഷെ ഇത് ഞങ്ങൾ വെറുതെ ഇരിക്കാനില്ല, ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യാനടുത്ത് കംപ്ലൈന്റ് തന്നെ ചെയ്യും. പപ്പങ്ങ ജ്യൂസ് എന്നും പറഞ്ഞ് അവര് ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞ് തന്നതാണ്. ഇതൊരു ജെല്ലി പോലെ എന്തുവാണ് സംഭവം. അവര് ഫ്ലേവറും കൊടുത്ത് കുറച്ച് കളറും ചേർത്തിട്ട് പപ്പങ്ങയെന്നും പറഞ്ഞ് തന്നതാണ്. പക്ഷെ ഇത് എന്തോ ഈ കുട്ടികളുടെ സ്നഗ്ഗിക്കകത്തിരിക്കുന്ന ആ ഒരു ജെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരെന്തിനാണ് ഇങ്ങനെ തെളിത്തനം കാണിക്കുന്നത്? എത്രയോ പാവപ്പെട്ട രോഗികളാണ് ഇവിടെ കിടക്കുന്നത്. ചിലവർക്ക് പിന്നെ ഒരു ഫുഡും കഴിക്കാൻ പറ്റാതെ ചിലപ്പോൾ ജ്യൂസ് ആയിരിക്കും അവർ ആശ്രയിച്ച് പെട്ടെന്ന് പോണത്. പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് ക്യാൻറ്റീനിൽ പോകണം. മൾട്ടി സ്പെഷ്യാലിറ്റി അവിടെ ഇരിക്കുന്ന ക്യാൻറ്റീനിന്റെ അടുത്താണ് ഈ സംഭവം നടന്നത്. അവിടെ പോയി ചോദിച്ചിട്ട് അവരെ പ്രതികരണം കാണുന്നവരുന്നത് അവരൊന്നും ചെയ്തിട്ടില്ലാത്ത പോലെ. ഇതിന്റെ പേരൊക്കെയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, തണ്ണിമത്തനുണ്ട്. പൈനാപ്പിൾ ഉണ്ടോന്ന് എനിക്കറിയാം, തണ്ണിമത്തനുണ്ടായിരുന്നു. അപ്പൊ ഈ തണ്ണിമത്തനും ഇതേപോലെ നല്ല കട്ടിക്ക് എന്തൊക്കെ കണ്ട മാവ് ഉരുട്ടി കുഴച്ച് വെക്കുമ്പോഴുണ്ട്. അവരെന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ ദ്രോഹിക്കണം? പാവങ്ങളാ, അവരുണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അത്യാഗ്രഹം കാണിച്ചിരിക്കുന്നത്? അന്തസ്സോടെ ഒരു കഷ്ണം പപ്പങ്ങയോ ഒരു കഷ്ണം പൈനാപ്പിൾ ഇട്ട് കുറച്ച് വെള്ളവും വീതി പഞ്ചസാര ഇട്ട് കലക്കൊരു ഗ്ലാസ്സിൽ വീതി വെച്ചിട്ട് 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് അവന്മാർ വിൽക്കട്ടെ. അതിനൊരു അന്തസ്സുണ്ട്. ഇതെന്തോ നിറകിട്ട വേല തന്നെ കാണിച്ചത്. നമ്മൾ എവിടെ പരാതി പറയാം, ആർട്ട് പരാതി പറയാം? ഈ എവിടെ പരാതി പറഞ്ഞ് എന്നിട്ട് എല്ലാം അവരുടെ കയ്യിലാണല്ലോ. അത്രയും വിഷമമുണ്ട്. ഇപ്പൊ ഞാൻ പറ്റിക്കപ്പെട്ടതിലല്ല എനിക്ക് വിഷമം. ഇത് എത്രയോ രോഗികൾ കഴിച്ചു. ഇതെന്തോന്ന് ഇത് ചോദിച്ചു തരുമ്പോ പറയണം, നിനക്ക് കാണിച്ചു തന്നെ. ഇതിന് നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു പ്രശ്നമില്ല.